നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക്കഫം റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥകളും ഗാനങ്ങളും യാത്രാ വിവരണവും കവിതാലാപനവും ക്യാമ്പസ് വാർത്തകളും ഒക്കെയായി ഞങ്ങൾ എത്തുന്നു. എന്തായിരിക്കും ഇന്ന് നാം ആദ്യം കേൾക്കാൻ പോകുന്നത്? അൽ ഫിത്ര പ്രീ സ്കൂളിലെ വിദ്യാർത്ഥി ഇസാൻ മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഒരു മലയാളം കഥയാണ്. എൻ്റെ പേര് ഇസാൻ മുഹമ്മദ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് മിസ്റ്റർ കീടാണു. സ്കൂളെത്തിയ ടീനു കൂട്ടുകാരോട് കളിക്കുകയായിരുന്നു. കീടാണു അവിടേക്ക് വന്നു. നിങ്ങൾക്ക് കീടാണു ആരാന്ന് അറിയുമോ? നമ്മളെ അസ്കോം വരുത്തുന്ന ആളാണ് കീടാണു. കുറച്ച് കഴിഞ്ഞ് ടീനുക്കുട്ടി ടാപ്പിൻ്റെ അടുത്തേക്ക് പോയി. ടാപ്പിൻ്റെ അടുത്തുനിന്ന് വെള്ളം കുടിക്കാൻ നോക്കിയതും ടീച്ചർ അവിടേക്ക് വന്നു. ടീച്ചർ പറഞ്ഞു, ടീനുക്കുട്ടി, ഈ ടാപ്പിലത്തെ വെള്ളം കുടിക്കാനുള്ളതല്ല, പാത്രം കഴുകാനുള്ളതാണ്. നീ കൊണ്ടുവന്നിട്ടില്ലേ വെള്ളം? വെള്ളം എടുത്ത് കുടിച്ചോളൂ. ടീനുക്കുട്ടി വേഗം ചെന്ന് ബാഗ് തുറന്ന് വെള്ളം എടുത്ത് കുടിച്ചു. ടീച്ചർ പറഞ്ഞു, ഗുഡ് ഗേൾ. കീടാണു നാണിച്ചു പോയി. മനോഹരമായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് വേണം ആസ്വദിക്കാൻ. അതെ, കവിതയും അങ്ങനെ തന്നെ. വിജയലക്ഷ്മിയുടെ പ്രണയത്തിൽ എന്ന മനോഹരമായ ഒരു കവിത ആലപിക്കുന്നു NMS വിദ്യാർത്ഥിനി ആത്മിക അനൂപ്. എൻ്റെ പാപത്തിനേറ്റം മധുരമേ, എൻ്റെ പ്രേമത്തിനേറ്റമഘാതമേ, ജന്മജന്മാന്തരങ്ങളിലല്ല ഈ ജന്മമെങ്ങിനെ തേടേണ്ടു നിന്നെ ഞാൻ. ശുദ്ധ സംഗീതമായി നീ നിറഞ്ഞു നിൽക്കയാൽ ലോകമെത്രമേൽ സുന്ദരം. അന്തിവെയിലൊളി ചേർന്നൊരിളം മുടി ചിന്നി വീഴും തെളിഞ്ഞ നെറ്റിത്തടം. രണ്ടു കൈകളിൽ ഞാനെടുക്കും പൂർണ്ണചന്ദ്രബിംബം ചിരിക്കുന്ന നിൻമുഖം. പഞ്ചരത്തിലെ പക്ഷിയല്ല, മേഘമണ്ഡലത്തിൽ ഗരുഡനാകുന്നു ഞാൻ. എൻ്റെ വൻ ചിറകിന്നുമേൽ അന്തിമദണ്ഡമേൽപ്പിക്കിലെന്തു ലോകാധിപൻ. ഇന്ദ്രജാപമെൻ കയ്യൊപ്പ് ചോനെഴുമന്തിവാനമാണെൻ പ്രേമലേഖനം. അന്ധമില്ലാത്തടക്കടങ്ങൾ കടന്നന്ധമില്ലാത്ത തോൽവികൾ കണ്ടു ഞാൻ. തോറ്റുവീണവർത്തൻ കബന്ധങ്ങളെ ചേർത്തെരിച്ചതാം ഗന്ധകജ്വാലയിൽ ഊറ്റമാർന്നു വരുന്നിതാ നിന്നിലെ ഏറ്റമേറ്റം വിരിഞ്ഞ ചിറകുമായി. ആരറിഞ്ഞു മഹാകാശമെന്നിയെ, സാഗരത്തിനടിപ്പരപ്പെന്നിയെ. ആരറിഞ്ഞെൻ്റെയുള്ളം തിളച്ചെഴും ലോഹസാന്ദ്ര മഹാപ്രവാഹത്തിനെ. നീ അറിഞ്ഞില്ലൊരിക്കലും താങ്ങുവാനാകുല നിനക്കീ വിഭ്രമത്തിനെ. ദൂരെ ദിഗ്മുഖങ്ങൾക്കായി നീണ്ടുപോം പ്രാണവേദന തൻ പ്രയാണങ്ങളെ. നമ്മളൊന്നിച്ചിരുന്നോരിടങ്ങളിൽ നമ്മളെ ചേർത്തണച്ചതാം കാറ്റുകൾ. എൻ്റെ നെഞ്ചിടിപ്പോടൊത്തടുത്തു നിൻ നെഞ്ചുമൊപ്പം തുടിച്ചൊരാ മാത്രകൾ. എൻ്റെ പാപത്തിനേറ്റം മധുരമേ, എൻ്റെ പ്രേമത്തിനേറ്റമഘാതമേ, ജന്മജന്മാന്തരങ്ങളിലല്ല
ഈ ജന്മമെങ്ങിനെ തേടേണ്ടു നിന്നെ ഞാൻ. കഥകൾ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടോ? അടുത്തതായി നമുക്കൊരു ഇംഗ്ലീഷ് കഥ കേൾക്കാം. കഥ അവതരിപ്പിക്കുന്നത് NEMS മോണ്ടിസോറി വിഭാഗത്തിലെ നേഹ വിജേഷ്. The foolish turtle. A turtle lived on the banks of a river along with the two geese. They were friends. In summer, the river had very little water. A geese wanted to fly away to another river. Turtle was sad and said, I have no wings. I cannot fly with you. One clever goose told the turtle, do not worry, dear. We will carry you on a stick, but you must hold the stick tightly with your mouth. Do not open mouth, otherwise you will fall down. Turtle was happy and agreed with the plan. Soon they were flying over town. People on the street of the town were amused. The geese and the turtle flying over town. He fell on the ground and realized his mistake. Thank you. ഒക്ടോബർ മാസം 8-ാം തീയതി NEMS വിദ്യാർത്ഥികൾ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് നടത്തിയ പഠനയാത്രയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് NEMS വിദ്യാർത്ഥിനി ഗസാല ഫാത്തിമ. ജീവിതത്തിൽ വളരെ അപൂർവമായി വീണുകിട്ടുന്ന ചില അവസരങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസത്തെ പഠനയാത്രയിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, നിയമസഭാ മന്ദിരം എന്നിവ സന്ദർശിക്കാനുള്ള അസുലഭമായ ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ലോക ബഹിരാകാശ വാരാഘോഷത്തിന്റെ ഭാഗമായി ISROയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് തുമ്പ VSSCയിൽ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം നേരിട്ടു കാണാനും സ്പേസ് മ്യൂസിയം സന്ദർശിക്കാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്. ഒക്ടോബർ 7-ാം തീയതി രാവിലെ സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞങ്ങളിൽ പലർക്കും ആദ്യത്തെ ട്രെയിൻ യാത്രയായിരുന്നു അത്. ചെസ് കളിച്ചും പാട്ടുപാടിയും യാത്ര ഞങ്ങൾ സജീവമാക്കി. രാത്രി 9:30 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമത്തിനായി ഏർപ്പാടാക്കിയ താമസ സ്ഥലത്തെത്തി. പുലർച്ചെ 5 മണിക്ക് എല്ലാവരും ഉത്സാഹത്തോടെ എഴുന്നേറ്റ് ദിനചര്യകൾ നടത്തി. തുടർന്ന് VSSCയിലേക്ക് യാത്ര തിരിച്ചു. താമസ സ്ഥലത്തു നിന്ന് ബസ്സിലായിരുന്നു യാത്ര. സ്പേസ് സെന്ററിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ പോയത് ബഹിരാകാശ മ്യൂസിയം സന്ദർശിക്കാനായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ കഥ മുഴുവനായും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ സ്പേസ് ഷട്ടിലുകളുടെയും മാതൃകകൾ, നിർമ്മാണ വർഷം, ബന്ധപ്പെട്ട ആളുകൾ, വിക്ഷേപണത്തിന്റെ ഉദ്ദേശം എന്നീ വിവരങ്ങളെല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് റോക്കറ്റ് വിക്ഷേപണം നേരിട്ട് കാണാനുള്ള അവസരവും ലഭിച്ചു. സ്പേസ് സയൻസിനെ കുറിച്ചുള്ള ഒട്ടേറെ അറിവുകൾ ലഭിക്കാനും ഈ യാത്ര സഹായിച്ചു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം നിയമസഭാ മന്ദിരമായിരുന്നു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാ മന്ദിര സന്ദർശനം ഞങ്ങൾക്ക് പുതിയ അനുഭവമായിരുന്നു. ഉയർന്ന സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കറുടെ വസതി, MLA-മാരുടെ നിയമസഭാ ഓഫീസുകൾ, സ്വതന്ത്ര കമ്മീഷനുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓഫീസുകൾ എന്നിവ ഉൾപ്പെടുന്നു. നിയമസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ സംവിധാനങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും ഒക്കെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അതെല്ലാം വേറിട്ട അനുഭവമായിരുന്നു. അകലെ നിന്നും മാത്രം കണ്ടിരുന്ന ഭരണസ്ഥിരാ കേന്ദ്രത്തെ തൊട്ടടുത്തു ചെന്ന് കാണാനും അറിയാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. പ്രകൃതിയിലെ ചില കൗതുകങ്ങളെ കുറിച്ച് അറിയുന്നത് വളരെ രസകരമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് തേനീച്ചകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവതരിപ്പിക്കുന്നത് ആയിഷ നൈല. ഏറെ മധുരമുള്ളതും ഔഷധ ഗുണമുള്ളതുമായ ഒരു വിശിഷ്ട പ്രകൃതി വിഭവമാണല്ലോ തേൻ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചയും ഒരു വിശിഷ്ട ജീവിയാണ്. നല്ലതിൽ മാത്രം ചെന്നിരുന്ന് നല്ലത് മാത്രം മറ്റുള്ളവർക്ക് ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന ജീവിയാണ് തേനീച്ച. അതിൻ്റെ ജീവിത രീതിയും കഠിനാധ്വാനവും സംഘബോധവും ആസൂത്രണ വൈഭവവും അതിശയകരമാണ്. അവ എപ്പോഴും കർമ്മനിരതരാണ്. ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ജോലികൾ വിഭജിച്ചു നൽകി കൃത്യതയോടെ നിർവഹിക്കുന്നു. പ്രകൃതിയിലെ സുന്ദരമായ നിർമ്മാണ വിദഗ്ധരാണ് തേനീച്ചകൾ. അവയുടെ തേനറകളുടെ നിർമ്മാണം വിസ്മയകരമാണ്. കൃത്യമായ അളവിലാണ് അറകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നത് കൗതുകമുണർത്തുന്നതാണ്. പൂവിലെ തേനിന്റെ സാന്നിധ്യം കണ്ടെത്താനും അത് മറ്റു തേനീച്ചകളെ അറിയിക്കാനും അവയ്ക്ക് കഴിവുണ്ട്.
സസ്യങ്ങളുടെ പരാഗണത്തിന് സഹായിക്കുന്നതിലൂടെ അവ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഉപകാരപ്രദമാകുന്നു. ഇനി നമുക്ക് മനോഹരമായ ഒരു നാടൻ പാട്ട് ആസ്വദിക്കാം. അവതരണം ദാറുൽ ഖുർആൻ വിദ്യാർത്ഥി അബ്ദുള്ള മിസബ്. തക തക താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ തരക പെണ്ണാലേ കതിരാടുമേയാലേ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കൊര പറിച്ചാട്ടെ തക തക താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാര കരങ്ങളുണ്ടേ വെള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ട് തക തക താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ അയ്യോ മെടഞ്ഞേ മഴവിയാത കവലങ്ങായി ചൂട്ടും തെളിച്ചൊരാൾ പാട വരുമ്പോ തുറക്കമില്ലാറു മാസം തക തക താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ തരക പെണ്ണാലേ കതിരാടുമീയാളേ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കൊറ പറിച്ചാട്ടെ തക തക താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ താത്തിനന്തക തെയ്താരോ തകദിനന്തക തെയ്താരോ താത്തിനന്തക തകദിനന്തക തകദിനന്തക തെയ്താരോ. അടുത്തതായി ഇനി ഒരു ഇംഗ്ലീഷ് കഥയായാലോ? അവതരിപ്പിക്കുന്നത് മാസിലെ വിദ്യാർത്ഥി ത്വാലിബ് സിദ്ദീഖ്. The proud rose and the silent cactus. In a desert garden, there lived a beautiful red rose. She was very proud of her lovely petals and sweet scents. Next to her grew a cactus which was plain green and covered in thorns. The rose would often mock the cactus. "Look at you. You are so ugly and full of sharp needles," the rose would say. "No one ever looks at you or smells your scents. I am the most beautiful flower here." The cactus remained silent and never replied. On one hot summer in the desert, sun was unbreakable, and the rose quickly began to wilt because she lost all her water. Her petals dropped and her color faded. A little sparrow came looking for water. It saw a drop of water glistening on the cactus. The rose, seeing the sparrow, begged, "Please, little bird, get me some water." The sparrow replied, "I cannot. But look, the cactus has little moisture stored inside its thick body. I will drink from him, and you should ask him for help." The rose finally understood the cactus' value. The cactus' thick skin and thorns protected the precious water inside, which helped it survive the heat. Feeling ashamed, the rose apologized to the cactus for her pride and rude words. The kind cactus, without hesitation, agreed to share its stored water. The rose learned that true beauty is not just about looks,
but about usefulness and kindness inside. ONV രചിച്ച് ശരത് സംഗീതം നൽകിയ പവിത്ര മൂവിയിലെ മനോഹരമായൊരു ഗാനം ആസ്വദിക്കാം. അവതരണം NMSലെ അധ്യാപിക ദീപിക മിസ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ പൂപ്പാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂപ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാങ്കനി വേത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ വാർത്തകൾ, വിശേഷങ്ങൾ ഇനി കേൾക്കാം. ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം, മെക്കഫം ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹയ ഫാസിൽ. NEMS വിദ്യാർത്ഥികൾ ഒക്ടോബർ 8-ാം തീയതി VSSC, നിയമസഭാ മന്ദിരം എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര നടത്തി. NEMS 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. സിജിയിലെ സീനിയർ കരിയർ കൗൺസിലർ ശ്രീ സലാം ഓമശ്ശേരി ക്ലാസ് നയിച്ചു. മലബാർ ITI ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഒക്ടോബർ 15-ന് സംഘടിപ്പിച്ചു. താമരശ്ശേരി അൽഫോൺസ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന CBSE ജില്ലാ കലോത്സവത്തിൽ NEMS വിദ്യാർത്ഥികൾ മിന്നുന്ന വിജയം നേടി. അറബിക് പദ്യം ചൊല്ലലിൽ കാറ്റഗറി 3-ൽ ലിഹ്മ നസ്രീൻ 2-ാം സ്ഥാനവും കാറ്റഗറി 2-ൽ ജന്ന ഫെബിൻ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കാറ്റഗറി 1 ഹിന്ദി പദ്യ പാരായണത്തിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി അൻവിക, കാറ്റഗറി 2-ൽ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവന്യ എന്നിവർ 3-ാം സ്ഥാനം നേടി. കാറ്റഗറി 1 ലളിതഗാന മത്സരത്തിൽ അമേലിയ 3-ാം സ്ഥാനം നേടിയപ്പോൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇഷൽ ഫാത്തിമ ഇംഗ്ലീഷ് മലയാളം പ്രസംഗത്തിൽ പ്രതിഭ തെളിയിച്ച് 3-ാം സ്ഥാനം നേടി. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളുമായി വീണ്ടും വരാം. Till then, stay tuned. Make a film. It's me, Isha and Iza signing out.